നല്ലൊരു ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ് ഏറെ. നമ്മൾ ഈ കാണാറും വായിക്കാറും ഒക്കെ ഉള്ള നാടോടി കഥകൾ അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഒരു പടം. അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു മുത്തശ്ശി കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഫുള്ളായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ് ഈ സിനിമ. ഇതിൻ്റെ കഥാപറച്ചിൽ ശൈലി നല്ല രസമാണ്. നല്ലൊരു പ്രോപ്പർ സ്റ്റാർട്ടിങ്ങും ഉണ്ട് എൻഡിങ്ങും ഉണ്ട്. സോ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടും. ഇങ്ങനത്തെ സിനിമകളിലൊക്കെ പ്രധാന വിഷയം അല്ലെങ്കിൽ ഈ മോഡിലുള്ള ഫോക്ലോർ ബേസ്ഡോ അല്ലെങ്കിൽ ഈ ഒരു നാടോടി കഥകൾ അല്ലെങ്കിൽ മുത്തശ്ശി കഥകൾ പോലെ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ തന്നെ ചില എലമെൻറ്റുകളൊക്കെ നന്നായിരിക്കും, ചിലതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു പോകും. ഒരു പ്രോപ്പർ സിനിമ കണ്ടൊരു ഫീൽ നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ മിസ്സാവാറുണ്ട്. അതിൻ്റെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പോലെ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ ഈ സിനിമയിൽ മുഴുകിപ്പോകും ഫുൾ ടൈം. ഈ ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഭയങ്കര അധികം അടുപ്പം തോന്നും. അവരുടെ ഈ സീക്വൻസുകൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്നതും ആ ഒരു ഏരിയ ആ ഒരു ടെറൈൻ മുഴുവനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ടും ആ സ്ഥലങ്ങളും കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെയാണ് സിനിമ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുക. സോ ഒരു പ്രോപ്പർ പാക്കേജ് പോലെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു മൂവി പോലെ എനിക്ക് ഈ സിനിമ തോന്നി. ഈ ഒരു കംപ്ലീഷൻ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ മാത്രമല്ല അതിൻ്റെ എക്സിക്യൂഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർ ഫീൽ നമുക്ക് കിട്ടുന്നത്. അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇങ്ങനെയാണ് ഇത് അവസാനിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ തരുന്നില്ല അങ്ങനത്തെ ഒരു പടം. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. കാരണം ഒരു 3 കാലഘട്ടത്തിലെ കഥയാണ്. അത് പ്രോപ്പറായിട്ട് സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന ഉദ്ദേശം തന്നെ. സോ എന്താണ് അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ളത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരുപാട് മിസ്റ്ററീസൊക്കെ നിറഞ്ഞ് നമ്മളൊരു അഡ്വഞ്ചർ മൂവി കാണുന്നൊരു ഫീൽ നമുക്ക് ഈ സിനിമ തരും. ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ അധികം മലയാളത്തിൽ കാണാറില്ല. അതിൻ്റെ ഇങ്ങനെ വരുന്ന സിനിമകളിലൊക്കെ തന്നെ മേക്കിങ്ങിൽ കുറേ സ്ഥലങ്ങളിൽ പാളിപ്പോകാറുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയാണെങ്കിലും ചില സിനിമകൾക്കൊക്കെ മേക്കിങ്ങിൽ VFX ഒക്കെ വളരെ മോശമായിട്ട് ചെയ്യാറുണ്ട്. ഈ സിനിമയ്ക്ക് വെറും 30 കോടി എന്ന് മാത്രമേ ബഡ്ജറ്റുള്ളൂ. ഒരു 100-200 കോടി ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമകളുടെ അല്ലെങ്കിൽ നമ്മൾ കാണാറുള്ള കുറേ VFX നമ്മൾ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് ഈ സിനിമയുടെ മേക്കിംഗ്. എക്സെപ്ഷണലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കൊടുത്ത പൈസ ഒരു പൈസ അനാവശ്യമായിട്ട് കളയാണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള സാധനം. ഇത്ര ടൈം ഇവർ എടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ടീസറൊക്കെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സോ എന്താണ് ഇത്ര ടൈം ഈ സിനിമ ഇറങ്ങാൻ എടുത്തത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ തിയേറ്ററിലിരിക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ചെയ്തിരിക്കുന്ന 3D ഈ VFX എന്നൊക്കെ പറയുമ്പോൾ ഈ ചില സിനിമകളിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട് പൈസ ചിലവായിട്ടുള്ള VFX ഷോട്ടുകളൊക്കെ വരുമ്പോൾ അത് കാണിക്കാൻ തന്നെ കുറേ സമയം എടുക്കും സിനിമയിൽ. ഈ സിനിമയിൽ വരുന്ന VFX ഷോട്ടുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഓക്കെ ആ സീക്വൻസിൽ യൂസ് ചെയ്തിരുന്നു, ഈ സീക്വൻസിൽ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുക. സോ സ്റ്റോറി ടെല്ലിങ്ങിനോടൊപ്പം ചേർന്ന് പോകുന്ന സാധനങ്ങളാണ്. ഈ സിനിമയിൽ ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സീക്വൻസ് ഉണ്ട്. നമ്മുടെ അതിരപ്പള്ളി തന്നെയാണ്, പക്ഷേ അതിന് വേറെ രീതിയിലാണ് ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ പറഞ്ഞത്. അതുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് ഒരിക്കലും അവിടെ കാണിക്കുന്നില്ല. അതിനെ പാൻ ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് സീക്വൻസുകളൊന്നുമില്ല. സിനിമയുടെ കഥയിൽ ഒരു ക്രൂഷ്യൽ പോയിൻ്റാണത്. എന്നാൽ അവിടെ ഞങ്ങൾ കുറേ VFX ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. സോ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല. സ്റ്റാർട്ട് ടു എൻഡ് എല്ലാവിടെ അങ്ങനെ തന്നെയാണ്. സിനിമയുടെ ഇനീഷ്യൽ പോർഷൻസിലൊക്കെ അത് ഫസ്റ്റ് ജനറേഷൻ കാണിക്കുന്ന ഒരു സീക്വൻസുകളൊക്കെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചെറുതും വലുതായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള VFXൻ്റെ യൂസ് ചെയ്ത് നമുക്കിതിൽ കാണാം. ഈ ഒരു മിനിമം ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ സൗണ്ട് ഡിസൈനും 3D വർക്കുകളൊക്കെ ഗംഭീരം. ഈ മലയാളത്തിൽ ഐ തിങ്ക് അങ്ങനെ നമുക്കധികം 3D പടങ്ങൾ കിട്ടാറില്ല. കിട്ടുന്നതൊക്കെ തന്നെ കുട്ടികളുടെ പടങ്ങളായിരിക്കും. ഈ സിനിമയുടെ 3D പറ്റി ചിലയിടത്ത് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു പ്രോപ്പർ 3D എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ചിലവിടെയൊക്കെ ഇത് 2D റൺ ചെയ്യുന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഈ സിനിമ മാക്സിമം 3D തന്നെ കാണണം. 2D കണ്ടവരാണെങ്കിൽ ഒന്നുകൂടി 3D കണ്ടുപോകുക. എക്സ്പീരിയൻസ് എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ജിതിൻ ലാൽ എന്ന ഡയറക്ടർക്ക് ഇനി നല്ല ഭാവിയുണ്ട്. ഫസ്റ്റ് പടമാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഗംഭീര സിനിമകൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസുകളിലൊക്കെ തന്നെ ഒരു എക്സിക്യൂഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ആ ഒരു പ്രോപ്പർ ആക്ഷൻ പടം, ഒരു പീരീഡ് ബേസ്ഡ് ആക്ഷൻ പടം അങ്ങേരുടെ കയ്യിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ടോവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നുകൂടി ആയിരിക്കും AR. ഇതിൽ ആ ഒരു 3 ഷെയ്ഡും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിലെ ഈ ഒരു മണിയൻ എന്നൊരു ക്യാരക്ടർ, അസാധ്യ ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ എക്സിക്യൂട്ടിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റ് 2 ക്യാരക്ടേഴ്സും മോശമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ മനസ്സിൽ രജിസ്റ്റർ ആയി നിൽക്കില്ല. ഒരു പടം കണ്ടു കഴിഞ്ഞ ഒരു ക്യാരക്ടർ നമുക്ക് ഓർത്ത് വെക്കുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ആ ഒരു മണിയൻ എന്നൊരു ക്യാരക്ടർ. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനം. സോ ഇങ്ങനെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു നല്ല ഫാൻറ്റസി അഡ്വഞ്ചർ മൂവി അത് നമുക്ക് മലയാളത്തിൽ നിന്ന് കിട്ടിയ രീതിയിലുള്ളൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഇത്തരത്തിലുള്ള സിനിമകൾ, പ്രത്യേകിച്ച് ഈ ഒരു ജോണർ കൈകാര്യം ചെയ്യുന്ന ഒരു ഫോക്ലോർ പോലെയുള്ള മുത്തശ്ശി കഥകൾ പോലെയുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനത്തെ സിനിമകളൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ കുറേ പോരായ്മകൾ അവിടെയൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. ഒരു പ്രോപ്പർ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ഫീലാണ് എനിക്ക് കിട്ടിയത്. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് അതേപടി തന്നെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നൊരു മൂവിയാണ്. 3D കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.